പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 195-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ന്യൂജൻ സഭകളും പ്രൊട്ടസ്റ്റന്റ്, പെന്തക്കോസ്ത്, കൾട്ട് ഗ്രൂപ്പുകളും ഇന്ന് സത്യവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും വലിച്ചെറിഞ്ഞ് രക്ഷപ്രാപിക്കുവാനായി ഉപദേശിക്കുകയും ചെയ്യുന്ന വിഷയമാണ് പാരമ്പര്യങ്ങൾ എന്നുള്ളത്. വേദപുസ്തകം മാത്രം മതി, അതിലെല്ലാം ഉണ്ട്. അതാണ് യഹോവയുടെ പുസ്തകം, അത് അന്വേഷിച്ച് നോക്കുവിൻ, ഒന്നും കണ്ടെത്താതെ വരികയില്ല എന്നത് വേദപുസ്തകത്തെക്കുറിച്ചാണെന്നും അത് ഒരിക്കലും തെറ്റിക്കൂടാത്ത ദൈവിക സത്യങ്ങളുടെ കലവറിയാണെന്നും മാത്രം മുറുകെ പിടിച്ചാൽ മതിയെന്നും പഠിപ്പിക്കുന്നവർക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. പാരമ്പര്യങ്ങൾ എന്നത് അപ്പോസ്തലന്മാരിൽ നിന്ന് പിതാക്കന്മാരിലും പിതാക്കന്മാരിൽ നിന്ന് സഭയുടെ പിതാക്കന്മാരിലേക്കുമായി വാമൊഴിയായി അവരിൽ നിന്ന് കണ്ടും കേട്ടും ഗ്രഹിച്ചും പഠിച്ചുമുള്ള കാര്യങ്ങളുടെ വിശദമായ രൂപരേഖയാണ് പാരമ്പര്യം. അങ്ങനെയുള്ള അപ്പസ്തോലിക പാരമ്പര്യങ്ങൾ സത്യ ഉപദേശത്തിൻ്റെ ഭാഗമായി സഭയിൽ നിലനിൽക്കണം എന്നത്രേ വേദപുസ്തകത്തിലെ കൽപ്പന. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോസ്തോലിക കൽപ്പന നാം ഉറച്ച് നിന്ന് മുറുകെ പിടിക്കുക എന്നാകുന്നു. എന്തിനെയാണ് മുറുകെ പിടിക്കേണ്ടത്? ലേഖനത്താലോ, ബൈ ലെറ്റേഴ്സ്, വാക്കിനാലോ, ബൈ വേർഡ് ഓഫ് മൗത്ത് ഏൽപ്പിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം എന്നാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ബൈബിൾ സൊസൈറ്റി തർജ്ജമ ചെയ്തിരിക്കുന്ന പ്രമാണങ്ങൾ എന്ന വാക്ക് തെറ്റാണ് എന്ന് ഇതര തർജ്ജമകളെ നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. പ്രമാണങ്ങളെന്ന് ബൈബിൾ സൊസൈറ്റി തർജ്ജമ ചെയ്തിരിക്കുന്നിടത്ത് മറ്റ് തർജ്ജമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് എന്ന് ശ്രദ്ധിക്കാം. ഈ ഭാഗം NRSVയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: So then, brothers and sisters, stand firm and hold fast to the traditions that you were taught by us, either by word of mouth or by epistle എന്നും. NIVയിൽ ഇവിടെ ട്രഡീഷൻ എന്നതിന് പകരം ടീച്ചിങ്സ് എന്നും, ന്യൂ കിങ് ജെയിംസ് വെർഷനിൽ, ഓപ്പൺ ബൈബിളിൽ ഈ ഭാഗത്ത് ട്രഡീഷൻ എന്നും, കിങ് ജെയിംസ് വെർഷനിൽ ട്രഡീഷൻ എന്നും ആണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. യഹോവ സാക്ഷികളുടെ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് സഹോദരങ്ങളെ, വാക്കിലൂടെയോ കത്തിലൂടെയോ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യം മുറുകെ പിടിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. സുറിയാനി വേദപുസ്തകം, അതായത് ബഷീത്തായിൽ നിന്നുള്ള തർജ്ജമയായ വിശുദ്ധ ഗ്രന്ഥത്തിൽ വാക്കിനാലാകട്ടെ ഞങ്ങളുടെ ലേഖനത്താലാകട്ടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കൽപ്പനകളിൽ നിങ്ങൾ നിലനിൽക്കുകയും അവയെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ എന്നും എഴുതിയിരിക്കുന്നു. വിവിധ തർജ്ജമകളിൽ പഠനം നടത്തിയാൽ പ്രമാണം എന്ന ബൈബിൾ സൊസൈറ്റിയുടെ തർജ്ജമയിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. മറ്റ് തർജ്ജമകളിൽ ഭൂരിഭാഗവും ട്രഡീഷൻ എന്നും എഴുതിയിരിക്കുന്നു.
യഹോവ സാക്ഷികളുടെ തർജ്ജിമയിൽ പോലും പാരമ്പര്യങ്ങൾ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവർ പാരമ്പര്യങ്ങളെ ശക്തമായി എതിർക്കുന്നവരാണെങ്കിലും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അത് മുറുകെ പിടിക്കണമെന്നാണ്. വേദപുസ്തകത്തിൽ എല്ലാം ഉണ്ട്, അതുമാത്രം അടിസ്ഥാനമെന്ന് പഠിപ്പിക്കുന്നവരോട് വാക്കിനാലുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കണമെന്ന വേദപുസ്തക കൽപ്പന നിങ്ങൾക്ക് സ്വീകാര്യമാണോ എന്ന് ഇവിടെ ചോദ്യം ഉന്നയിക്കട്ടെ. വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റ് അനേകം കാര്യങ്ങൾ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ ഇത് വ്യക്തമാകുന്നു. ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമാണോ? എല്ലാം എഴുതിയിട്ടില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 21-25 എഴുതിയിരിക്കുന്നു. അപ്പോൾ എല്ലാം വേദപുസ്തകത്തിലുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് തെറ്റല്ലേ? റോമർ 2:16 എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സുവിശേഷമാണ്? നമ്മുടെ കയ്യിൽ ഉള്ളത് 4 സുവിശേഷമാണ്. പൗലോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് എവിടെയുണ്ട്? അറിയിച്ച കാര്യങ്ങളെന്ന് ഗലാത്യ 1:8-9 എഴുതിയിരിക്കുന്നത് എന്തെല്ലാമാണ് എന്ന് അറിയാമോ? നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പൗലോസ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരുന്നു. കൈക്കൊണ്ടതാണ്, കേട്ടതും കൈക്കൊണ്ടതും സ്വീകരിച്ചതുമായിരിക്കുന്ന പ്രമാണങ്ങളും വിശ്വാസങ്ങളും സത്യങ്ങളും സഭയിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോസ്തലന്മാരെന്ന് പ്രാപിച്ച് വാമൊഴിയായി സഭയിൽ നിലനിന്നു പോരുന്ന പാരമ്പര്യങ്ങളെ വലിച്ചെറിയുന്നവർ ശപിക്കപ്പെട്ടവരെന്നത്രേ ഗലാത്യ ലേഖനത്തിൽ നിന്ന് പഠിക്കേണ്ടത്. വാക്കിനാലുള്ള കൽപ്പനകളെ, പാരമ്പര്യങ്ങളെ, പ്രമാണങ്ങളെ, സത്യങ്ങളെ മുറുകെ പിടിക്കണം. അല്ലാത്തവർ എല്ലാം ശപിക്കപ്പെട്ടവർ ആണെന്നും പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ച് പോയവർ നിത്യജീവന്റെ വചനങ്ങളെയും ഉപേക്ഷിച്ച് പിരിഞ്ഞുപോയവരാണെന്നും വചനം വ്യക്തമാക്കുന്നുണ്ട്. അവരിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്നും വചനം സാക്ഷ്യപ്പെടുന്നു. ഈ വചനങ്ങൾ സത്യവചനമായി സ്വീകരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ മറുപടി പറയുവാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ പെന്തക്കോസ്ത് പാസ്റ്റർമാരെല്ലാം പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്ന ഇത് സാത്താൻ്റെ പിശാചിൻ്റെ ഉപദേശമാണ്, ഒരിക്കലും കേൾക്കരുതെന്ന്. നിത്യജീവൻ്റെ വചനം എഴുതപ്പെട്ടതിന് വിരുദ്ധമായി പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് എതിർ ക്രിസ്തുവിൻ്റെ ഉപദേശവും. അത് അസത്യത്തിൻ്റെയും പിശാചിൻ്റെയും ആത്മാവുമാണ് എന്ന് വളരെ വ്യക്തമായി വചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. സ്വീകരിപ്പാൻ കഴിയുന്നവർ, ചെവിയുള്ളവർ കേൾക്കട്ടെ. ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. പള്ളിക്കോട്ടച്ച്.